Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് ചായക്കൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ഇഫ്താറിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിൻ്റെ ഒരു ഫില്ലിങ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ്. ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റുമാണ് ആ ഒരു ഫില്ലിംഗ് ഒക്കെ വന്നുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തോലെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അധികം വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഉടച്ചെടുക്കാം. ചെറിയ പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവോളയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടും എടുക്കാം, വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതി. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. ഉണക്കമുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇച്ചിരി ഒന്ന് ഫ്ലേവറും ഒരു ഇച്ചിരി ഒന്ന് ടേസ്റ്റും കൂടെ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി, മസാലയുടെ അളവ് കൂടി പോകരുത്. ഇനി നമുക്കിതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുഴയ്ക്കുന്ന സമയത്ത് നമുക്കിനി വെള്ളമോ എണ്ണയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പെങ്ങാനും പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉണക്കമുളക് ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പകരം ഇനി പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എരിവൊന്നും കിട്ടേണ്ട ആവശ്യമുള്ളൂ. അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ബീട്രൂട്ടൊക്കെ തന്നെ വന്നുകൊണ്ട് തന്നെ ആ ഒരു ഫില്ലിങ് നല്ലൊരു പിങ്ക് കളറിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക അത് ഉണ്ടാക്കുമ്പം. ഇൻ കേസ് നമ്മുടെ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ വെള്ളമാണ്, ചുടുവെള്ളം ഒന്നുമല്ല, നോർമൽ വെള്ളം. പിന്നെ ഈ ബ്രെഡ് നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. വല്ലാണ്ട് കുതിർന്ന് പോകരുത്, ഒന്ന് എടുക്കുക, അത്രേ പാടുള്ളൂ. ഇനി കൈവച്ച് തന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്തിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഉരുളയായി എടുത്ത് വെച്ച് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളത്തിലുള്ള ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതല്ല ബോൾ ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ബ്രെഡ് കുതിർന്ന് പോകരുത്, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നമ്മളിത് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുമ്പോൾ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് പോവാത്ത വിധത്തിൽ വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഫില്ലിങ്ങിനകത്തേക്ക് ഒരുപാട് എണ്ണ കയറിപ്പോവും. അത് ഒഴിവാക്കാനാണ് ഫില്ലിങ് ഒട്ടും പുറത്തില്ലാത്ത വിധത്തിൽ ഇതുപോലൊന്ന് സീൽ ചെയ്തെടുക്കുന്നത്. അതെല്ലാം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ബ്രെഡ് കൊണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലാക്കിയിട്ട് വേണം നമ്മളത് ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് ഷേപ്പ് ചെയ്ത സമയത്ത് എങ്ങാനും ഫില്ലിങ്ങിൻ്റെ സൈഡ് പൊട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എണ്ണ കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഫില്ലിങ് എപ്പോഴും നല്ലോണം തന്നെ സീലായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ നന്നായി സീലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്തേക്ക് എണ്ണ കയറില്ല. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് ഇത് മുഴുവനായിട്ടും കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എക്സസ് എണ്ണ ഉണ്ട് എന്നൊരു സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം. പക്ഷേ ഇത് എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണ്. ഇതൊന്നും ഉരുളക്കിഴങ്ങൊന്നും പുഴുങ്ങിയെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. കുറച്ച് നേരത്തെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഫില്ലിങ് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകരം നമുക്ക് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ട് വേണമെങ്കിലോ എഗ്ഗ് വെച്ചിട്ട് വേണമെങ്കിലോ ഒക്കെ ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തന്നെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും. അവർ തീർച്ചയായിട്ടും കഴിക്കും, ഇഷ്ടത്തോടെ കൂടെ തന്നെ കഴിക്കും. അതുപോലെ തന്നെ നമ്മളിത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിയുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആ ഒരു ക്രിസ്പൊക്കെ തന്നെ പോയി ഒന്ന് സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയതും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിലും നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ ഇത്. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉന്നക്കായി ആണോ എന്നൊക്കെ തന്നെ തോന്നും. ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കാണ് കാണാനും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ആ തുറക്കുമ്പോൾ തന്നെ ആ ഒരു പിങ്കിഷ് കളറൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നും. അത്രയും സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.